ഈ ലോകത്ത് ഏറ്റവും വലിയ ദൂരം അളക്കുന്നത് കിലോമീറ്ററുകൾ കൊണ്ടല്ല, ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഇരുന്നിട്ടും മക്കൾക്ക് മാതാപിതാക്കളെ കാണാൻ കഴിയാതെ വരുമ്പോഴാണ് ആ ദൂരം തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് വല്ലാതെ സ്നേഹിക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഗ്ലാസ് ഒന്ന് പൊട്ടിയാൽ നമ്മൾ അസ്വസ്ഥരാകും, അത് മാറ്റാൻ ഓടും. എന്നാൽ നമ്മുടെ വാക്കുകൾ കൊണ്ടോ അവഗണന കൊണ്ടോ ആ മാതാപിതാക്കളുടെ ഹൃദയം ഒന്ന് പൊട്ടിയാൽ നമ്മൾ എന്തുകൊണ്ട് അതറിയുന്നില്ല? നമ്മൾ ജീവിക്കാൻ പഠിച്ചപ്പോൾ നമ്മളെ ജീവിക്കാൻ പഠിച്ചവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? ഈയിടെ ഒരു ഹോട്ടലിൽ നടന്ന സംഭവമാണ്. ഒരു യുവാവ് തൻ്റെ വൃദ്ധനായ അച്ഛനെ ഭക്ഷണത്തിനായി അവിടേക്ക് കൊണ്ടുപോയി. കൈകൾ വിറയ്ക്കുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് അച്ഛൻ്റെ ഷർട്ടിലും മുണ്ടിലും വീണുകൊണ്ടേയിരുന്നു. ആധുനിക വസ്ത്രം ധരിച്ചെത്തിയ ചുറ്റുമുള്ള പലരും ആ വൃദ്ധനെ വല്ലാത്തൊരു അറപ്പോടും പരിഹാസത്തോടും കൂടി നോക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു പരിഹാസപാത്രമായി തൻ്റെ അച്ഛൻ മാറുന്നത് കണ്ടപ്പോൾ ആ മകൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പക്ഷേ അവൻ തളർന്നില്ല. അച്ഛൻ്റെ അവസ്ഥയിൽ അവൻ ഒട്ടും ലജ്ജിച്ചതുമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ മകൻ അച്ഛനെ എഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി. വളരെ സ്നേഹത്തോടെ ഷർട്ടിലെ കറകളെല്ലാം കഴുകിക്കളഞ്ഞു. മുടി ചീകിക്കൊടുത്തു. കണ്ണട തുടച്ചു നൽകി. അച്ഛൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മയും നൽകി. അവൻ അഭിമാനത്തോടെ തിരികെ പുറത്തേക്ക് വന്നു. മകൻ ബില്ല് കൊടുത്ത് അച്ഛൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, മോനെ, നീ ഇവിടെ എന്തോ ഒന്ന് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. മകൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ ഒന്നും മറന്നിട്ടില്ല. അപ്പോൾ ആ വയോധികൻ പറഞ്ഞു, അല്ല മകനെ, നീ ഇവിടെ വലിയൊരു പാഠം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഈ ഹോട്ടലിലിരുന്ന് നിന്നെ നോക്കിയ ഓരോ അച്ഛനമ്മമാർക്കും തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷ. അതുപോലെ നിന്റെ കൂടെയുള്ള മകന് തൻ്റെ അച്ഛനെ എങ്ങനെ നോക്കണമെന്ന വലിയൊരു മാതൃക. സുഹൃത്തുക്കളെ, ആ മകൻ അവിടെ ചെയ്തത് ഒരു ഉപകാരമല്ല, അവൻ്റെ കടമയാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വന്ന ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയുമോ? മാതാപിതാക്കൾക്ക് നമ്മൾ നൽകുന്ന പണവും സൗകര്യങ്ങളുമാണ് സ്നേഹമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അവർക്ക് നിങ്ങളുടെ AC റൂമുകളേക്കാൾ ഇഷ്ടം നിങ്ങളുടെ കൂടെയുള്ള 5 മിനിറ്റിലെ സംസാരമായിരിക്കും. ഓർക്കുക, പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വൃദ്ധസദനത്തിന്റെ പടിവാതിൽക്കൽ കൊണ്ടുപോയി വിടുമ്പോൾ നിങ്ങളുടെ മകൻ ആ വഴി കൃത്യമായി പഠിച്ചു വെക്കുന്നുണ്ടെന്ന് മറക്കരുത്. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങൾക്ക് തന്നെ ലഭിക്കും. അതുകൊണ്ട് വൈകരുത്. അവർ പോയി കഴിഞ്ഞിട്ട് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കരയുന്നതിനേക്കാൾ വിലയുണ്ട് അവർ കൂടെയുള്ളപ്പോൾ ആ കൈകളിൽ ഒന്ന് പിടിക്കുന്നതിന്. അച്ഛാ, അമ്മേ, ഉമ്മ, വാപ്പ, ഞാനുണ്ട് കൂടെ എന്ന് ആത്മാർത്ഥമായി പറയുന്ന ആ ഒരു വാക്ക് നൽകുന്ന പുണ്യം മറ്റൊന്നിനുമില്ല. താങ്ക് യു.